സി നിങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്, രണ്ടുപേരും ഒരേ മേഖലയിലുള്ളവരാണ്, രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ക്യാരക്ടറുമാണ്. അപ്പോൾ ഇതിനിടയിൽ അപ്പോൾ ഭയങ്കര ഭയങ്കര പ്രശ്നമാണ്. രണ്ടുപേരും ഒരേ കാര്യത്തിൽ രണ്ട് രീതിയിലാണ് നോക്കി കാണുന്നത്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ടോ? രണ്ടുപേർക്ക് രണ്ട് സ്വഭാവം നന്നായി. രണ്ടുപേരും കിടന്ന് കലകലകലകലാന്ന് പറഞ്ഞെങ്കിൽ എന്തായാലും അവസ്ഥ. ഒരാൾ സൈലന്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഇപ്പം ശ്രീ എല്ലാ കാര്യങ്ങളും കുറച്ചൊന്നും ഇങ്ങനെ അങ്ങനെ ആലോചിച്ച് ഞാൻ അങ്ങനെയല്ല, പെട്ടെന്ന് എനിക്ക് നടപ്പാക്കണം കാര്യങ്ങൾ. സമയം കളയില്ല. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സമയവും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ശ്രീ എന്താ ചെയ്യാച്ചാൽ അത്തരം കാര്യങ്ങൾ എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കും. എന്താ പറയണ്ടേ, ഇപ്പൊ എനിക്ക് തോന്നുന്നു പല പ്രോഗ്രാമുകളുടെ പുള്ളിയുടെ മാനേജറായിട്ടൊക്കെ ഞാൻ വർത്താനം പറയും. കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കണല്ലോ, ആലോചിക്കാൻ കുറെ സമയം എടുക്കുമല്ലേ. ഞാൻ തിരിച്ചു വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മറന്നു പോകും, അല്ലെങ്കിൽ അവര് വിളിച്ചെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാ കാര്യങ്ങളും അങ്ങ് ഡീലാക്കും. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അതാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഭയങ്കര ചിട്ട വന്നു എന്നൊക്കെ പറയുന്നതാണോ? അതിലൊന്നും വലിയ കാര്യമില്ല. അല്ലെങ്കിലും പുള്ളി ഭയങ്കര ചിട്ടയുള്ള ആളായിരുന്നു. ചിട്ട കുറഞ്ഞെങ്കിലേ ഉള്ളൂ ഇപ്പോ. വഴി തെറ്റിച്ചു. അതെ. ഓക്കെ. ഈ ഒരു എന്താ പറയാ, വളരെ പെട്ടെന്നാണ് കല്യാണം കഴിക്കാനുള്ള ഡിസിഷനും എടുത്തത് എന്ന് പറയണം. ഇപ്പൊ നമ്മുടെ ഇത്രയും കാലമായിട്ട് അറിയുന്ന വ്യക്തിയാണ്, നമ്മുടെ സുഹൃത്താവുമ്പോൾ നമുക്ക് ആ സുഹൃത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയാം. നല്ല ഗുണങ്ങൾക്കൊപ്പം തന്നെ സുഹൃത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയാം. ആ സമയത്ത് ഇങ്ങനെ അയ്യോ ഇതൊക്കെ ഈ ഒരു സ്വഭാവം എനിക്ക് പ്രശ്നമാവോ എന്നൊക്കെ ആലോചിച്ചില്ലേ? പ്രശ്നമാവോന്നൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്ത് വന്നാലും ഞാൻ അതിനപ്പുറം മറികടക്കും എന്നുള്ളൊരു തീരുമാനം എനിക്ക് എപ്പോഴോ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അതെല്ലാം മറികടക്കും എന്നുള്ള തീരുമാനം എനിക്കുണ്ട്. അപ്പൊ ഇനി ശ്രീ എന്ത് കാണിച്ചാലും അത് ശരിയാക്കാനായിട്ട് എനിക്ക് പറ്റും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോണത്. അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അത്തരം ഇപ്പൊ എന്റെ വീട്ടിൽ വളർന്ന ഒരാളല്ല പുള്ളി. അതെ. എൻ്റെ വീട്ടിൽ തന്നെ വളർന്ന ഞാനും ചേച്ചി രണ്ട് സ്വഭാവമാണ്. ചേച്ചി വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളും ഞാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുമാണ്. അപ്പോൾ ഒരേ വീട്ടിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ പിന്നെ ഇങ്ങനെ വേറൊരു വീട്ടിൽ വളർന്ന ആള് എന്നെ പോലെ ആണെന്ന് ഞാൻ ശടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എൻ്റെ ഇഷ്ടം ഇതാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇതാണ് എന്ന് ഞാൻ തുറന്നു പറയും. അപ്പം മനസ്സിലാവൂലോ. അതാണ് അവിടുത്തെ കാര്യം. അതല്ലാതെ വേറെ മാജിക് പരിപാടികളൊന്നുമില്ല. കരിയറിന്റെ കാര്യത്തിൽ, അതായത് നമ്മൾ എടുക്കുന്ന വർക്കുകൾ, ചെയ്യുന്ന ജോലി കഴിഞ്ഞിട്ടുള്ള ക്രിറ്റിസിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്? അതുണ്ട്. അത് വളരെ വളരെ എനിക്കത് ഭയങ്കര സപ്പോർട്ടും ആണ്. കാര്യം എനിക്ക് എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ചെയ്യാൻ ഉള്ള ഇത് പുള്ളി തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പം നീ എന്തിനാ അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇത്ര മണിക്ക് ഇവിടെ വരണ്ടേ, അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ഫീൽഡ് ഇതാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഷൂട്ടായിരിക്കും. അപ്പൊ നമുക്ക് പോവാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണം. രണ്ടുപേരുടെ സൗകര്യം മാത്രമല്ല, അവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ്. പിന്നെ ഇപ്പൊ മറിമായൊക്കെ കണ്ടിട്ട് എനിക്ക് കൃത്യമായിട്ട് അഭിപ്രായം പറയാറുണ്ട്. അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല, അങ്ങനെ ചെയ്തു നോക്കൂ, അതെല്ലാം പറയാറുണ്ട്. പിന്നെ ഒന്നിനും എന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇപ്പൊ എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. ഓസ്കി എന്നാണ് അതിന്റെ പേര്. ഓസ്കി ഡിസൈൻസ് എന്നാണ്. അപ്പൊ അത് ചെയ്യട്ടെ, വേണ്ട നിനക്ക് സമയമില്ലല്ലോ, നീ ചെയ്യണ്ട, അതല്ല. ചെയ്തോ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ്തോ, ഓക്കെ അല്ലേ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ഒരു കാര്യത്തിനും. ഇപ്പൊ നമ്മള് ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷം പറഞ്ഞില്ല, ഇത്ര നേരം നമ്മളതിനെ പറ്റി ചോദിച്ചിട്ടേ ഇല്ല, പഞ്ചായത്ത് ചട്ടി. പേര് പറയുമ്പോ ചെറിയൊരു ചമ്മലുണ്ട്. എന്നാലും ഒരു ചമ്മലിന്റെ ആവശ്യമില്ല. നമ്മള് എറണാകുളം സൈഡിലുള്ളവർക്കറിയാം, എറണാകുളത്ത് കൂടി പോകുന്ന എല്ലാ ബസ്സുകളിലും എഴുതിയിട്ടുണ്ടാവും ജെട്ടി ജെട്ടി ജെട്ടി, അല്ലെങ്കിൽ അതിലെ കിളി പറയുന്ന ജെട്ടി 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 അല്ലേ, ജെട്ടി മേനക. ജെട്ടി മേനക, ജെട്ടി മേനക തന്നെയല്ലേ പറയാ. അതന്നെയാണത് പഞ്ചായത്ത് ജെട്ടി. അതായത് ഒരു 4 സൈഡും വെള്ളം, അങ്ങനത്തെ ഉള്ളൊരു ഗ്രാമം. അവിടുത്തെ കഥ, അവിടുത്തെ കുറച്ച് ആൾക്കാര്, അതാണ് പഞ്ചായത്ത് ജെട്ടി. കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറിമായൻ ടീമിനൊപ്പം സിനിമ ചെയ്യുമ്പോൾ ആ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. എന്താ പറയുക, എനിക്കൊന്ന് കുറെ നാൾ ആഗ്രഹിച്ചതിന് ശേഷമാണ് ഇത് വർക്ക്ഔട്ട് ആയത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ഒരു ഐഡിയ ആദ്യം എങ്ങനെയാ വന്നേ?
ആ സിനിമയുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയായിരുന്നില്ല ഇത്. ഞങ്ങളുടെ സലീമിക്ക ഒരുപാട് കൗണ്ടറിന്റെ ആളാണ്. എപ്പിസോഡുകൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അതൊന്നും എഴുതി വെച്ചിട്ടുള്ളതല്ല, പടപടാന്ന് അടിക്കുന്നതാണ്. ഇതുപോലെ പുള്ളി അവിടെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരുപാട് കഥകളുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചിരിക്കും, കാര്യം അങ്ങനത്തെ കഥകളാണ്. അങ്ങനെ ഒരു ദിവസം ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് ചിരിക്കാനുണ്ടാവൂലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ വെറുതെ കൂട്ടിയാൽ പറ്റില്ലല്ലോ. അപ്പൊ അത് കുറച്ച് അതിൽ എന്താ പറയാ, സിനിമേനെ ഗൗരവമായിട്ട് കാണുന്ന ഒരാൾ മണിയേട്ടനാണ്. അപ്പൊ മണിയേട്ടനും കൂടെ ഇരുന്നിട്ട് എഴുതി അതൊരു സ്ക്രിപ്റ്റായി. അപ്പൊ ഇതിനെ ആരെ കൊണ്ട് ചെയ്യിക്കും എന്ന് പറഞ്ഞ് മലയാളത്തിലുള്ള ഒട്ടുമിക്ക ആദ്യം നമുക്കൊരു പ്രൊഡ്യൂസർ വേണം. അപ്പോ ഇതെല്ലാം എഴുതി റെഡി ആയി കഴിഞ്ഞപ്പോ എന്താ പറയാ, ഒരു വിളി വന്ന പോലെ പെട്ടെന്നൊരു വിളി വന്നു ഉണ്ണി സാറിന്റെ, ഈ സപ്തതരംഗ് പ്രൊഡക്ഷൻസിന്റെ, നിങ്ങൾക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമോ? അതൊരു വല്ലാത്ത വിളിയായിരുന്നു. നമ്മൾ ആരും അങ്ങോട്ട് പോയിട്ടുള്ള വിളിയല്ല. അങ്ങനെ ഒരു വിളി വന്നു. ഓക്കെ, ചെയ്യാം, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മണിയേട്ടൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഇത് ആരെ വെക്കും എന്ന് പറഞ്ഞിട്ട് ഈ മലയാളത്തിലെ ഏറ്റവും നല്ല യുവനടന്മാരുടെ ഒക്കെ കഥ പറഞ്ഞു. ആർക്കും ഈ അടുത്തൊന്നും ഡേറ്റ് ഇല്ല. അപ്പൊ ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴും സലിമിക്കയുടെ തമാശ രീതി പറഞ്ഞല്ല, 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഉണ്ടാവുമെന്നോ, ഇപ്പൊ തന്നെ വയസ്സായില്ലേ, നമ്മുടെ സ്ക്രിപ്റ്റ് സിനിമയാവാതെ ഇരുന്നു പോലെ. അപ്പൊ എന്തെയും അങ്ങനെയൊക്കെയുള്ള ഒരു ആലോചനയിൽ അവസാനം പ്രൊഡ്യൂസർ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്യേ എന്നുള്ളത്. അത് പുള്ളിയുടെ ഒരു ധൈര്യമായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇതെങ്കിൽ അങ്ങനെ ഒരു സിനിമ ആവട്ടെ എന്നുള്ള രീതിയിൽ സിനിമയാവുന്നു. പേരിലെ ഒത്തൊരുമ പോലെ തന്നെയാണ് ജീവിതത്തിലും സ്നേഹ ശ്രീകുമാറും. ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ തന്നെ സ്നേഹയുടെ പേരിനൊപ്പം ശ്രീകുമാർ എന്നുണ്ടായിരുന്നു. വിവാഹശേഷവും ആ പേര് സ്നേഹയ്ക്ക് മാറ്റിയിടേണ്ടി വന്നില്ല. സ്നേഹയും ശ്രീകുമാറും കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. ശ്രീകുമാറിനെതിരെ ഒരു ലൈംഗിക പീഡന ആരോപണ പരാതി വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളകും സീരിയലിലെ ഒരു നടൻ ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ ഒരു പരാതി നൽകി. ഒരു ലൈംഗിക പീഡന പരാതി. ഒരാൾ തന്നെ ഉപദ്രവിച്ചു എന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പരാതി. അപ്പോൾ ഈ പരാതി വന്ന ശേഷം വളരെ വലിയ രീതിയിൽ ചർച്ചയായി. ഉപ്പുമുളകിൽ നിന്ന് ഇവരെ മാറ്റിയോ, അല്ലെങ്കിലും ഇവർ ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു ഇഷ്യൂ എങ്ങനെയാണ് ഇവരുടെ സ്നേഹയുടെയും ശ്രീകുമാറിന്റെയും കുടുംബ ജീവിതത്തെ ബാധിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എന്നാൽ തന്റെ ഭർത്താവിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് സ്നേഹ ഒരു ചിത്രം പങ്കുവച്ചത്. ദൈവം ചേർത്ത് വെച്ച പോലെ ഒരു ബന്ധമാണ് ഇരുവരുടെയും എന്നാണ് ആരാധകർ പറയാറ്. ഒരു പ്രണയമായിരുന്നു ഇവർക്കിടയിൽ എന്ന് ചോദിച്ചാൽ പ്രണയം എന്നതിലുപരി പരസ്പരം അത്രയും അടുത്തറിയുന്ന നല്ല സുഹൃത്തുക്കൾ. അങ്ങനെയുള്ള കൂട്ടുകാർ ജീവിതത്തിൽ ഒരുമിച്ചപ്പോഴും ആ സ്നേഹവും ഊഷ്മളതയും ബന്ധത്തിലും നിറഞ്ഞു നിന്നു. സ്നേഹയിലെ പേരിനൊപ്പം സ്നേഹ ശ്രീകുമാർ എന്ന് ചേർത്ത് വെച്ചതോടെ മണ്ടോദരിയും ലോലിതനും ജീവിതത്തിലും ഒന്നായതോടെ ഇരുവരോടുമുള്ള സ്നേഹവും ആരാധകർക്ക് കൂടി. അടുത്തിടെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായപ്പോഴും ശ്രീകുമാറിന്റെ ഒപ്പം തന്നെ സ്നേഹയും നിന്നു. ശ്രീകുമാറിനെ അത്രയും അടുത്തറിയുന്ന സ്നേഹ അല്ലാതെ മറ്റാർ അദ്ദേഹത്തിന് പിന്തുണ നൽകും? ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ഇരുവരും ആഘോഷമാക്കി. ഇപ്പോഴിതാ തന്റെ പ്രിയതമയ്ക്കൊപ്പം മനോഹരമായ ചിത്രവും അതിനേക്കാൾ മനോഹരമായ ഒരു ക്യാപ്ഷനും ശ്രീകുമാർ പങ്കുവച്ചിട്ടുണ്ട്. പൊതുവെ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ശ്രീകുമാർ അല്പം റൊമാൻറ്റിക് ഹാഷ്ടാഗുകളോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത്. എന്റെ ശക്തി, എന്റെ പെണ്ണ്, സ്ട്രോങ് ഫാമിലി, മൈ സ്ട്രെങ്ത്, മൈ ഗേൾ, സ്ട്രോങ് ഫാമിലി എന്നീ ഇംഗ്ലീഷ് ഹാഷ്ടാഗുകളോടെയാണ് ശ്രീകുമാർ പോസ്റ്റ് പങ്കുവച്ചത്. ഇരുവർക്കും ഒരു മകനാണുള്ളത്, കേദാർ. കുഞ്ഞിന്റെയും കുടുംബ വിശേഷങ്ങളും എല്ലാം സ്നേഹ സോഷ്യൽ മീഡിയ വഴി പങ്കിടാറുണ്ട്. അഭിനയത്തിന് പുറമെ ബിസിനസ് രംഗത്തേക്ക് കൂടി ചുവടുവെച്ച സ്നേഹയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് ശ്രീകുമാറും നൽകുന്നത്. മറിമായത്തിലൂടെയാണ് സ്നേഹയും ശ്രീകുമാറും സൗഹൃദത്തിലാകുന്നത്. ആ ബന്ധം ഇരുവരും ജീവിതത്തിലുടനീളം നിലനിർത്താനായി തീരുമാനിക്കുകയായിരുന്നു. 5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. അങ്ങനെ പ്രണയിച്ച് നടന്ന് വിവാഹിതരായവരല്ല, അതങ്ങ് സംഭവിച്ചതാണെന്നും സ്നേഹ പറഞ്ഞിരുന്നു. ഓസ്കാറിനും കേദാറിനും ഒപ്പമായി സന്തോഷകരമായ ജീവിതം നയിച്ചു വരികയാണ് സ്നേഹയും ശ്രീകുമാറും. ചാക്കോച്ചൻ രാജമാറ്റിയാഹു എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ കുറേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു കോഴിക്കോട്. മഴയൊക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടിട്ട് അങ്ങനെയും കുറേ ദിവസം നീണ്ടു. അപ്പോ ആദ്യത്തെ തവണയ്ക്ക് നമ്മൾ കാണുമ്പോഴത്തേക്കും ഇങ്ങനെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. അതിൽ ആസിഫും ഇവര് ഭയങ്കര കൂട്ടാണ്. അവർ രണ്ടാളും എപ്പോഴും അവർ രണ്ടാളും ഒന്നിച്ച് ഭയങ്കര തമാശയൊക്കെ പറയണതൊക്കെ കാണാം. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളായിട്ടൊക്കെ ഭയങ്കര കൂട്ടായ ആള്. പിന്നെ പുള്ളിയുടെ വൈഫും വരും. പിന്നെയുള്ള ഇതെന്താ വെച്ചാല് നമ്മള് ദംഷറാസ് കളിക്കുക, അല്ലെങ്കിൽ സിനിമയുടെ പേര് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ട് അത് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കില്ലേ, അതായിരുന്നു നമ്മുടെ മെയിൻ കളി. അത് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അത് എങ്ങനെയത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ അത് അങ്ങനെ ആയി ഭയങ്കര ഒരു
എല്ലാവരും അങ്ങനെ. അനുശ്രീ ആയിരുന്നു, അനുശ്രീ. പിന്നെ നിക്കി മാത്രമാണ് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിക്കിക്ക് പെട്ടെന്ന് നിക്കിയുടെ പോർഷൻസ് തീർക്കേണ്ടത് കൊണ്ട് നിക്കിക്ക് മാത്രം അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ബാക്കി സെറ്റിലുള്ള എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉണ്ട് ഷാജിൻ ചേട്ടൻ, ആസിഫ്, ചാക്കോച്ചൻ വളരെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഭയങ്കര രസമുള്ള ഒരാളാണ്. ഓക്കെ, രാജുവേട്ടൻ. ഇല്ല, ഞങ്ങള് വളരെ എന്താണ്, അദ്ദേഹം വളരെ ഫ്രണ്ട്ലി തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള ആ ദിവസങ്ങളൊക്കെ വർക്കിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് പോകുന്ന ഒരു രീതിയിലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ചേട്ടന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു അല്ലേ? ശരിയാ, പൊതുവെ കേട്ടിട്ടുണ്ട് രാജുവേട്ടനും കുറച്ചുകൂടെ ഒന്ന് റിസർവ്ഡ് ആണ്, അധികം സംസാരിക്കൊന്നും ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ആസിഫ് അലി. ആസിഫ് അലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ അങ്ങനെ തന്നെയായിരുന്നു സെറ്റില്. ആദ്യത്തെ ഒരു 2-3 ദിവസമാണ് എൻ്റെ ഒരു ഉൾവലിവ് എനിക്കുണ്ടായിരുന്നത്. അവർക്ക് അതൊന്നും ഇല്ല. പിന്നെ ആസിഫ് ആ സമയത്താണ് എന്ത് ബൈക്കാണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ബൈക്കൊക്കെ കൊണ്ടുവന്ന് രാത്രി ചാക്കോച്ചനെ കൂട്ടി കറങ്ങാൻ പോവാ. ആൾക്ക് വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ അന്നാണ് ആദ്യമായിട്ട് നേരിട്ട് മിനി കൂപ്പർ കാണുന്നത്. ആസിഫ് കൊണ്ടുവന്നിട്ട് മിനി കൂപ്പർ പുതിയതാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ പറയായിരുന്നു. കണ്ണൂര് ആണല്ലോ, അപ്പോൾ അവിടെ നല്ല ഭക്ഷണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണ. ലാലേട്ടൻ എങ്ങനെയാ ചേച്ചി? ലാലേട്ടൻ അത് എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. കാര്യം ഞാൻ സിനിമ അല്ല, ഞാൻ ആദ്യം നാടകമാണ് ചെയ്തത്. അപ്പോൾ നാടകത്തിന്റെ റിഹേഴ്സൽ ഒരു 2 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു ചമയങ്ങളും ഇല്ലാതെയാണ് ആളെ കാണുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ, പുള്ളി എന്ന് പറയുന്ന ആക്ടർ, എല്ലാം നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു. എൻ്റെ അടുത്ത് കൂടുതലും സംസാരിച്ചിരിക്കുന്നത് കഥകളിയെ കുറിച്ചായിരുന്നു. പുള്ളി വാനപ്രസ്ഥം ചെയ്തത് കൊണ്ട് തന്നെ കഥകളി ആൾക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ പഠിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ എങ്കിലും വാനപ്രസ്ഥത്തിന് വേണ്ടി പഠിക്കാൻ പറ്റിയത് ഭാഗ്യം എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്.